ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ ചോറ് കൊടുക്കലാണ്. സയൻറ്റിഫിക്കലി അവൻ എൻ്റെ ചേച്ചിയുടെ കൊച്ചാണെങ്കിലും എനിക്കെപ്പോഴും അവൻ എൻ്റെ കൊച്ച് തന്നെയാണ്. അവൻ്റെ ചോറുമാണ് വീടിൻ്റെ അടുത്തുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിശ്വാസമായിട്ടുള്ള വെള്ളിയൂരമ്മേൻ്റെ നടയിൽ വെച്ചാണ്. എൻ്റെ വീട്ടിലെ ആദ്യത്തെ സന്താനമാണ്. ഒരുപാട് കാത്തിരുന്നും ആഗ്രഹിച്ചും ആശിച്ചും കിട്ടിയൊരു മുതലാണ്. അങ്ങനെ തിരുമേനി എൻ്റെ കൊച്ചിന് കഴിക്കാനുള്ള ചോറും പായസവും ഉപ്പും എല്ലാം കൂടെ ഒരു ഇലയിലാക്കി കൊണ്ടു. അങ്ങനെ എൻ്റെ കൊച്ച് ആദ്യമായിട്ട് മധുരവും ഉപ്പും എല്ലാം കഴിക്കാൻ പോവുകയാണ്. ഈ ചോറ് കൊടുക്കലിന് വേറൊരു ഐതിഹ്യം ഉണ്ട് അത്രേ. നമ്മുടെ നാട്ടിലെ പല മുതിർന്നവരും പറയുന്ന ഒരു ധാരണയാണ്, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അതിനൊരു രക്ഷാകവചം പോലുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആദ്യമായി ഉപ്പ് കൊടുക്കുന്നതിലൂടെ അതിന്റെ ആ ശുദ്ധത കുറയുന്നുവെന്നും പിന്നീട് ആ ഒരു രക്ഷാകവചം ഇല്ലാതാവുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആയുർവേദത്തിലോ ശാസ്ത്രത്തിലോ തെളിയിച്ച നിയമമല്ല, കുടുംബപരമായ ആചാരവും വിശ്വാസമാണ്. തലമുറകളായി കേട്ടുവരുന്ന ഒരു സംസ്കാരം. അതുകൊണ്ട് തന്നെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കേണ്ടവർക്ക് വിശ്വസിക്കാതിരിക്കാം. പുള്ളി ആദ്യം കുറച്ച് കരച്ചിലും കച്ചറ സ്വഭാവവും കാണിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് കൂളാൻ കാമായി. അങ്ങനെ ഇന്ന് എൻ്റെ കുഞ്ഞ് ആദ്യമായി മുലപ്പാലിന്റെ മധുരം വിട്ട് മറ്റൊരു രുചി അറിഞ്ഞു. അങ്ങനെ അവന് അവൻ്റെ അച്ഛൻ്റെ വകയും അമ്മേൻ്റെ വകയും അച്ഛൻ്റെയും അമ്മമ്മയുടെയും കുഞ്ഞമ്മയുടെയും ചിത്തേൻ്റെയും എല്ലാവരുടെ വക അവൻ്റെ വയർ നിറച്ച് കിട്ടി. അവന് ഹാപ്പി, ഈ കണ്ട നമ്മക്കും ഹാപ്പി. അത് കഴിഞ്ഞ് നേരെ അവന് വെള്ളിയൂരമ്മേൻ്റെ നടയെ കൊണ്ടിട്ട് നിർത്തി. ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവനൊരു അമ്പലനടയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയൂരമ്മയ്ക്ക് കുറേ നേരം കാണാനും അവന് കുറേ നേരം ഒന്ന് വെള്ളിയൂരമ്മേനെ കാണാനും ഉള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഇത് ഒരാചാരമോ അനുഷ്ഠാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ്. നമുക്കങ്ങനെ ഒരു താല്പര്യം തോന്നി, നമ്മളങ്ങനെ ചെയ്തു, അത്രയും കഴിഞ്ഞ് എൻ്റെ കുറേ പട്ടിഷോയും ഇറക്കി ഇന്നത്തെ കലാപരിപാടി നമ്മൾ അവിടെ വെച്ച് നിർത്തുന്നു. ബായ്.